Hello students. Next class, next the indeterminate forms of forms like infinity minus infinity and 0 into infinity. So, in the class, we 0 by 0 form and infinity by infinity form. Are indeterminate forms the problems. Ini infinity minus infinity, 0 into infinity. Now, indeterminate forms are like infinity minus infinity. That's indeterminate form. Infinity minus infinity is a constant number minus infinity, like infinity minus a constant number, infinity plus a constant number, values infinity. Infinity number, either constant number plus minus value infinity പക്ഷേ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒന്നാലോചിച്ച് നോക്കി, നമുക്കറിയാം ഒരു നമ്പറിൽ നിന്ന് സെയിം നമ്പർ, ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അങ്ങ് വിദൂരതയിലുള്ള രണ്ട് വലിയ നമ്പേഴ്സാണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം തന്നെ അവർ രണ്ടുപേരും ആരാന്ന് തന്നെ നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരുടെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻഫിനിറ്റിയോട് കൂടി ഒരു നമ്പർ പ്ലസ് ചെയ്യോ മൈനസ് ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി ഓൾറെഡി ഒരു വലിയ നമ്പർ ആയതുകൊണ്ട് ഒരു ചെറിയ നമ്പർ അതിനോടുകൂടി പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും വാല്യൂ ഇൻഫിനിറ്റി തന്നെയായിരിക്കും. ആ ഇൻഫിനിറ്റി എന്നുള്ള ആ ഒരു വാല്യൂവിന് മാറ്റമൊന്നും വരുന്നില്ല എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. പക്ഷേ ഈ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ രണ്ടും വലിയൊരു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് ആയതുകൊണ്ട് അവരുടെ ഡിഫറൻസ് എന്താണെന്നത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അടുത്തത് 0 into infinity ആണ്. 0 into infinity എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഫിനിറ്റിയോട് കൂടി ഏതൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും വാല്യൂ ഇൻഫിനിറ്റി തന്നെയാണ്. കാരണം ഇൻഫിനിറ്റി എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്, അങ്ങ് ദൂരെയുള്ള ഒരു നമ്പറാണ്. അതിനോടുകൂടി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ കുറച്ചുകൂടെ വലുതാവും അല്ലേ? അത് ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോകും, കുറച്ചുകൂടെ വലുതായി ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോകും. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അതുകൊണ്ട് ഇൻഫിനിറ്റി ഇൻറ്റു എ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എ കോൺസ്റ്റന്റ് ഇൻറ്റു ഇൻഫിനിറ്റി ഈസ് ഓൾവേസ് ഇൻഫിനിറ്റി. പക്ഷെ സീറോയുടെ കേസിൽ വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ 0 ആണെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇൻഫിനിറ്റി കൊണ്ട് ഒരു കോൺസ്റ്റന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ ഇൻഫിനിറ്റി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ 0നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ 0 ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇതിലിപ്പോൾ ഏത് ആൻസർ വരിക? 0 into infinity എടുക്കുമ്പോൾ എന്താണ് വരിക, ഇതിന്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളത് എഗെയിൻ നമുക്ക് കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ നമുക്കത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അപ്പോൾ രണ്ട് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. ഒന്ന് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമും, രണ്ട് 0 into infinity ഫോമും. അപ്പോൾ അതെങ്ങനെ രണ്ടെണ്ണവും മാക്സിമം ഇത് നോക്കുക, നിങ്ങൾ ആ ഒരു ഫോം അനലൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനലൈസ് ചെയ്തിട്ട് നമുക്കത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഓൾസോ 0 into infinity ഫോം ആണെങ്കിൽ അതും ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? എൽ ഹോസ്പിറ്റൽസ് റൂൾ വെച്ചിട്ട് തന്നെ നമുക്കതിൻ്റെ ആൻസർ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. നോട്ടിൽ എഴുതുമ്പോൾ ഇത് എഴുതാം കേട്ടോ. ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്, എക്സ്റ്റെൻസ് ടു എ ആണ് കേട്ടോ, ഇൻഫിനിറ്റി അല്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി, രണ്ടും ഇൻഫിനിറ്റി ആണ്. Then the limit extends to a f of x minus g of x, ആ ഡിഫറൻസ് is said to be. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് നമ്മൾ ലിമിറ്റ് കൊടുത്താലും ഇതിൻ്റെ ഫോം ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. കാരണം ഇതും ഇൻഫിനിറ്റിയാണ്, ഇതും ഇൻഫിനിറ്റിയാണ്. അതുകൊണ്ട് ഇത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നുള്ളൊരു ഫോമിലേക്ക് പോകും. അപ്പോൾ ഈ സെറ്റ് ടു ബി ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം ഓഫ് ദ ടൈപ്പ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. സ്റ്റോപ്പ്. An indeterminate form of this type can often expressed as of the form 0 by 0 form or infinity by infinity form by algebraic manipulations. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇത്ര വരെ നോട്ടിലേക്ക് എഴുതുക കേട്ടോ. ഈ ഒരു സെൻറ്റൻസ്, ഈ പാരഗ്രാഫ് ഇവിടെ വരെ അങ്ങനെ തന്നെ. അപ്പോൾ ഈ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിന് എ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിനെ 0 by 0 ഫോമിലേക്കോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്കോ കൺവേർട്ട് ചെയ്യണം. അത് നമുക്ക് ഓൾജിബ്രൈക് ഓപ്പറേഷൻസ് ജസ്റ്റ് LCM ഒക്കെ എടുത്താൽ മതിയാവും.
ചെയ്തിട്ട് അങ്ങനെയാക്കി മാറ്റാൻ പറ്റുമെന്നും അതുവഴി പിന്നെ നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്ത് പ്രോബ്ലം ചെയ്യണമെന്നുമാണ് മെത്തേഡിൽ പറയുന്നത്. അപ്പോൾ അതൊരു എക്സാമ്പിളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ നിങ്ങൾ പ്രോബ്ലമായിട്ട് നോട്ടിലേക്ക് എഴുതുക. അതാണ് പ്രോബ്ലം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 1/x മൈനസ് 1/e raised to x മൈനസ് 1. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ 0 പ്ലസ് എന്ന് പറയുമ്പോൾ 0ന്റെ റൈറ്റിലാണ്. 0 പ്ലസും 0 മൈനസ് ആയതുകൊണ്ട് ഡയറക്റ്റ് നിങ്ങൾ 0 എന്നുള്ള ലിമിറ്റ് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് 1/0 വരുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? ഇൻഫിനിറ്റി വരും. ദെൻ ഇതിന് ലിമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1/e raised to x മൈനസ് 1 എന്ന് പറയുമ്പോൾ 1/e raised to 0 മൈനസ് 1. ദാറ്റ് ഈസ് 1/1 മൈനസ് 1. ദാറ്റ് ഈസ് 1/0 എന്ന് വരും. അതും ഇൻഫിനിറ്റി ആണ്. സോ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിൽ വരുന്ന ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതിനെ 0/0 ഫോമിലേക്കോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്കോ കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിനെ 0/0 ഫോമിലേക്കോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്കോ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇതിനേതാ നോക്കൂ. ഇവിടെ നമ്മൾ LC എടുത്തു. LC എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e raised to x മൈനസ് 1 മൈനസ് എന്ത് വരും? എക്സ് വരും. അപ്പോൾ അത് ഓർഡർ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. e raised to x മൈനസ് 1 മൈനസ് എക്സ് എന്നാണ്. അതിനെ e raised to x മൈനസ് എക്സ് മൈനസ് 1 എഴുതിയിട്ടുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഡിനോമിനേറ്റേഴ്സ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അതാണ് LC എടുക്കുമ്പോൾ ചെയ്യേണ്ടത് കേട്ടോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ x ഇൻറ്റു e raised to x മൈനസ് 1 ഡിനോമിനേറ്റർ വരും. അപ്പോൾ ഇനി ഒന്ന് 0 എന്നുള്ള ലിമിറ്റ് ഇട്ട് കൊടുത്ത് നോക്കി. ഇവിടെ 1 മൈനസ് 1 മൈനസ് 1 അല്ലേ? 1 മൈനസ് 0 മൈനസ് 1. അപ്പോൾ മുകളിൽ 0 വന്നു. താഴെ കൊടുക്കുമ്പോൾ ഇവിടെ 0 കൊടുക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇത് 0 ആയി മാറും. അപ്പോൾ 0/0 ഫോമിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. എൽ ഹോസ്പിറ്റൽസ് റൂൾ എല്ലാവരും ഓർക്കേണ്ടതെന്ന് വിചാരിക്കുന്നത് എന്താ ചെയ്തത്? കറസ്പോണ്ടിങ് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് കൊടുക്കുക, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് കൊടുക്കുക, ലിമിറ്റ് കൊടുത്ത് നോക്കുക. അപ്പോൾ ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ e raised to x ന്റെ ഡെറിവേറ്റീവ് അത് തന്നെ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 വരും. 1ന്റെ ഡെറിവേറ്റീവ് 0 ആയി പോയി. ഡിനോമിനേറ്ററിൽ നമുക്കൊന്ന് ജസ്റ്റ് പ്രൊഡക്റ്റ് റൂൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പ്രൊഡക്റ്റ് റൂൾ കൊടുക്കണമെന്നില്ല, മൾട്ടിപ്ലൈ ചെയ്താലും മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ x e raised to x മൈനസ് എക്സ് എന്ന് വരും. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ കൊടുത്ത് എഴുതിക്കോ. പ്രൊഡക്റ്റ് റൂൾ കൊടുക്കുമ്പോൾ ആദ്യം എക്സിന്റെ ഡെറിവേറ്റീവ് e raised to x മൈനസ് 1 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് അത് 1 വരും. പ്ലസ് എക്സ് ഇൻറ്റു e raised to x മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് e raised to x എന്ന് വരും. അങ്ങനെ മതി. അതായാലും മതി. പൂർണ്ണയിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താലും പിന്നെ പ്രൊഡക്റ്റ് റൂൾ എടുക്കേണ്ടി വരും. നേരെ ആദ്യം തന്നെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ എടുത്താലും മതിയാവും. അപ്പോൾ ഇതാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കിയൊക്കെ ഇപ്പോൾ എക്സിന് 0 കൊടുത്താൽ മുകളിൽ 0 വരും. 1 മൈനസ് 1 0 വരും. ഇത് താഴെ നമുക്ക് 1 മൈനസ് 1 ഇൻറ്റു പ്ലസ് 0. അപ്പോൾ അടിയിലും 0. അപ്പോൾ എഗെയിൻ ഇത് 0/0 ഫോമിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. ഇവിടെ ബ്രാക്കറ്റിൽ എഗെയിൻ 0/0 ഫോം എന്ന് ബ്രാക്കറ്റിൽ കാണിക്കണം. നോട്ട് എഴുതുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെ എഴുതുക. ഒരു പ്രാവശ്യം കൂടി എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം. എൽ ഹോസ്പിറ്റൽസ് റൂൾ ഒരു പ്രാവശ്യം കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. നമുക്ക് ഇവിടെ e raised to x ഓക്കെ ഡിനോമിനേറ്ററിലെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് e raised to x ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ വരും. അപ്പോൾ എക്സ് e raised to x പ്ലസ് x e raised to x വരും. അപ്പോൾ അതിൽ നിന്ന് രണ്ടിനും കൂടി കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ x പ്ലസ് 2 ഇൻറ്റു e raised to x 2 ടൈംസ് e raised to x വരില്ലേ? അപ്പോൾ x പ്ലസ് 2 ഇൻറ്റു e raised to x വരും. ഡെറിവേറ്റീവ് ഒക്കെ നിങ്ങൾ എടുക്കുക കേട്ടോ. അത് കിട്ടും. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 1 കിട്ടും. നമുക്ക് ഡിനോമിനേറ്ററിൽ 2 കൊടുക്കും കിട്ടും. അപ്പോൾ 1/2 ആണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ ആദ്യം അതിനെ 0/0 ഫോമിലേക്കോ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് 0/0 ഫോമിലേക്കോ ഇൻഫിനിറ്റി ഫോമിലേക്കോ കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്ത് ചെയ്യാം. അടുത്തത് താഴെ നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യമാണ്. താഴെ ഡെഫിനേഷൻ പോലെ എഴുതേണ്ടതാണ്. ഡെഫിനേഷൻ എഴുതിയിട്ട് എഴുതുക 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം എന്ന് എഴുതാം. ഹെഡിങ് 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം. രണ്ടും കൂടെ കോമൺ ആയിട്ടൊരു ഹെഡിങ് ആദ്യം എഴുതിയിട്ടുണ്ട്. അതായാലും മതി. if limit x tends to a f of x equal to 0 and limit x tends to a g of x equal to plus or minus infinity. ഒന്നിൻ്റെ വാല്യൂ 0യും ഒന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയും ആണ്. പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റിയും ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, അതായത് 0 ഇൻറ്റു ഇൻഫിനിറ്റി അല്ലെങ്കിൽ 0 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി is said to be an indeterminate form of the type 0 into infinity. General ആയിട്ട് 0 into infinity എന്നാണ് പറയുന്നത്. An indeterminate form of this type also can be expressed as one of the forms 0/0 or infinity by infinity by algebraic manipulation.
അപ്പോൾ ആ ഒരു ഫോമിനെയും നമുക്ക് 0/0 ഫോമിലേക്കോ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി ഫോമിലേക്കോ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോട്ടിലേക്ക് എഴുതി വെക്കാം. എക്സാമ്പിൾ നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് x ഇൻറ്റു ln x. അപ്പോൾ നോക്കിയാൽ അറിയാം 0 റൈറ്റ് ലിമിറ്റ് ആണ്. 0 എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 0 ഇൻറ്റു ln 0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആണ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ 0/0 ഫോമിലേക്കോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി ഫോമിലേക്കോ മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതിയാവും. x ഇൻറ്റു ln x എന്നുള്ള ആ ഒരു ഫംഗ്ഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി 0/0 ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കി ഈ ln x എന്നുള്ളത് നമുക്ക് അവിടെ തന്നെ വെക്കാം. അപ്പോൾ അത് ഇൻഫിനിറ്റി ആണ് ന്യൂമറേറ്ററിൽ. ഈ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ x എന്നുള്ളതിനെ നമുക്ക് 1/x എന്ന് എഴുതാം. ln x/1/x എന്ന് എഴുതിയാലും റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് x ഇൻറ്റു ln x തന്നെയാണ്. അപ്പോൾ ഇത് നോക്കി, ഇപ്പോൾ ഇത് ln x എന്ന് പറയുമ്പോൾ അത് ഇൻഫിനിറ്റി ആണ്. ln 0 ഇൻഫിനിറ്റി ആണ്. 1/0 എന്ന് പറയുമ്പോഴും അത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇതിന് നമുക്ക് 0/0 ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി ഫോമിലേക്ക് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്കതിനെ അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. എക്സിന് നമുക്ക് 1/x എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ? ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി ഫോമിലേക്ക് എളുപ്പത്തിൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്തു. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ലിമിറ്റ് കൊടുത്തു നോക്കിയേ. ഇനിയിപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി ഫോമാണ്. അപ്പോൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ്സ് എടുക്കുക. ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് ln x-ന്റെ ഡെറിവേറ്റീവ് 1/x, 1/x-ന്റെ ഡെറിവേറ്റീവ് -1/x². റെസിപ്രോക്കലൊക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ഒക്കെ ചെയ്ത് വരുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് -x കിട്ടും. അപ്പോൾ അത് 0 കൊടുക്കുമ്പോൾ വാല്യൂ 0 തന്നെയാണെന്ന് കിട്ടും. ഓക്കെ, സോ വാല്യൂ ഈസ് 0. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? റീഅറേഞ്ച്മെന്റ് ആണ് 0 ഇൻറ്റു ഇൻഫിനിറ്റിയിലേക്ക് ചെയ്യേണ്ടത്. അതിനെ 0/0 ഫോമിലേക്കോ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി ഫോമിലേക്കോ കൺവേർട്ട് ചെയ്ത് എഴുതുക. അതാണ് വേണ്ടത്. ഓക്കെ.